ഹലോ മൈ ഡിയർ ഓൾ, നമുക്കിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു കൊഴക്കട്ട ഉണ്ടാക്കി കഴിച്ചാലോ? അപ്പോൾ കൊഴക്കട്ട എന്നൊക്കെ പറയുമ്പോൾ ഒരു പണ്ട് കുട്ടിക്കാലത്ത് കേട്ട കഥയുടെ ഓർമ്മ വരും കേട്ടോ. രണ്ട് കൂട്ടുകാരെ കൃഷിസ്ഥലത്ത് പണിക്ക് പോയിരുന്നു. അതിലൊരു കൂട്ടുകാരൻ അന്ന് കഴിക്കാൻ കൊണ്ടുവന്നത് കൊഴക്കട്ടയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ വിചാരിച്ചു ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യയോട് ഉണ്ടാക്കി തരാൻ പറയാമെന്ന്. പേര് മറക്കാണ്ടിരിക്കാൻ കൊഴക്കട്ട എന്ന് ഉരുവിട്ടുകൊണ്ട് പോയി. വഴിക്ക് ഒരു കഴായ ചാടി കിടക്കാണ്ടായിരുന്നു. ചാടുമ്പോൾ ഇന്നത്തടിയോ എന്നും പറഞ്ഞിട്ട് ചാടി. പിന്നെ ഇന്നത്തടിയോ എന്ന് ഉരുവിട്ടുകൊണ്ട് പോയി ഭാര്യയുടെ അടുത്ത് പോയിട്ട് ഇന്നത്തടിയോ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അവൾക്കുണ്ടോ മനസ്സിലാവണു. അവസാനം അടിയായി, ബഹളമായി. പിന്നെ അടി കൊണ്ട പാട് കാണിച്ചിട്ട് ഭാര്യ ഭർത്താവിനോട് എന്തോരം അടിയാണ് നിങ്ങൾ തന്നത്, പാട് കണ്ടില്ലേ, കുഴക്കട്ട പോലെ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് അയാൾക്ക് ശരിയായി ആ പേര് കുഴക്കട്ട എന്നാണെന്നുള്ളത് മനസ്സിലായത്, ഓർമ്മ വന്നത്. അയാൾ പിന്നെ ഭാര്യയോട് സോറി പറഞ്ഞു അത്രേ. ഞാനും ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കാന്നുള്ള കാര്യം തലേ ദിവസം ഓർത്തില്ല. രാവിലെ എണീറ്റപ്പോഴാണ് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ ഒരു 1.5 കപ്പ് അരിയും ഒരു 1.5 സ്പൂണ് തുവരപ്പരിപ്പും കൂടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചു. നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെച്ച് യോഗ ചെയ്യാൻ പോയി. യോഗ കഴിഞ്ഞ് 1 മണിക്കൂറായില്ലേ. അപ്പോൾ വന്ന് അതിനെ ഒന്ന് അരച്ചെടുത്തു. അപ്പോൾ അരച്ചതിന് ശേഷം പരിപ്പിട്ടിട്ടൊന്ന് പൾസ് ചെയ്യാനേ പറ്റുള്ളൂ കേട്ടോ. അരി കുറച്ച് തെരുതെരേന്ന് അയക്കണം. പരിപ്പ് അത്രയും അരയാൻ പാടില്ല കേട്ടോ, ഒന്നും മുറിയാനേ പാടില്ല. ഈ ബാറ്റർ നല്ല ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കണം കേട്ടോ. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് അതിൽ 2 സ്പൂൺ നല്ലെണ്ണയോ അല്ലെങ്കിൽ 2 സ്പൂൺ നെയ്യോ ഒഴിക്കുക. ഞാൻ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കേട്ടോ. എന്നിട്ട് അതിൽ കടുക് പൊട്ടിച്ച് 1 സ്പൂണ് കടലപ്പരിപ്പും 1 സ്പൂണ് ഉഴുന്ന് പരിപ്പും 2 വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുക കേട്ടോ. ആക്ച്വലി ഈ പരിപ്പ് ചേർത്ത് അരയ്ക്കണ കുഴക്കട്ട ഉണ്ടല്ലോ ഉണ്ടാക്കുന്നത്, അതിൽ നമുക്കിതൊന്നും വറുത്ത് ചേർക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ ഒന്നുകൂടി അതിന് മണം ഇരുന്നോട്ടെ എന്ന്, ഒരു ടേസ്റ്റ് കൂടുതൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചേർക്കണം കേട്ടോ. എൻ്റെ കുഴക്കട്ട കഥ എങ്ങനെ ഉണ്ടായിരുന്നോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? എൻ്റെ പ്രായത്തിലൊക്കെ നാട്ടിൽ വളർന്ന ആൾക്കാരാണെങ്കിൽ ഈ കഥ അവരും ഒക്കെ കേട്ട് കാണും കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എനിക്ക് ലൈക്ക് തരണം, മോട്ടിവേറ്റ് ചെയ്യണം കേട്ടോ എന്നെ. പിന്നെ താഴെ കമൻസും രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോഴല്ലേ എനിക്കറിയുള്ളൂ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബോറടിപ്പിക്കുകയാണെങ്കിൽ ഞാൻ കഥകളൊന്നും പറഞ്ഞു തരില്ലല്ലോ നിങ്ങൾക്ക്. പിന്നെ ഈ മാവ് ഒഴിച്ച് നല്ലപോലെ കിണ്ടുക കേട്ടോ, ഉപ്പും ചേർത്തിട്ട്. ഞങ്ങളുടെ പാലക്കാടൻ ഭാഷയിൽ ഇതിനെ കിണ്ടുക എന്നാണ് പറയുക കേട്ടോ. എനിക്ക് അതേ അറിയുള്ളൂ, എൻ്റെ വായിൽ അതേ വരുള്ളൂ. വേറെ ഇതിനെന്താ വാക്ക് പറയാമെന്ന് എനിക്കറിയില്ല മലയാളത്തിൽ കേട്ടോ. കുറച്ച് തിളപ്പിച്ച വെള്ളം അടുത്ത് വെക്കണം, കാരണം ചിലപ്പോൾ ഇത് വെള്ളം മതിയായില്ല എന്ന് വരും. എനിക്ക് കുറച്ച് വെള്ളം മതിയായില്ല, തിളപ്പിച്ച് വെള്ളം വെച്ചതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി അതിൽ ചേർത്തിട്ടാണ് കിണ്ടിയത് മാവ് കേട്ടോ. ജസ്റ്റ് കഴിയുന്നതിന് മുമ്പ് ഒരു 1/2 കപ്പ് നാളികേരം ചെരുവിയതും കൂടിയിട്ട് അതിൽ ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്നുകൂടി കിണ്ടി വെന്തു എന്ന് തോന്നിയാൽ അത് ഇതിന്ന് അരികുന്നൊക്കെ വിട്ട് വരുമല്ലോ പാനിൻ്റെ, അപ്പോൾ അത് ഓഫ് ചെയ്യാം. ഇത് കഴിക്കാൻ ചട്നിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര കൂട്ടിയിട്ടോ പൊടി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം. പക്ഷെ ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടാണ് കഴിക്കണം കേട്ടോ. ഈ ചട്നിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കപ്പ് തേങ്ങ ചരുവിയതും, അതിലൊരു 3 കപ്പൽ മുളകും, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഉപ്പും ചേർത്ത് അരച്ചതാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത നാളികേരം ആയതുകൊണ്ട് കുറച്ച് വാം വാട്ടറും കൂടിയിട്ട് ചേർത്തിട്ട് അരയ്ക്കണം. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കുറച്ച് ഉഴുന്ന് പരിപ്പും കറിവേപ്പിലയും ചേർത്ത് താളിച്ച് ഈ ചട്നിയിലിടണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. ഇനി മാവ് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒന്ന് കൈ കൊണ്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം കേട്ടോ കുഴക്കട്ടയ്ക്ക് വേണ്ടിയിട്ട്.
അങ്ങനെ ഇത് ഉരുട്ടിയെടുത്ത് സ്റ്റീം ചെയ്യാൻ വെക്കണം. എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റീമർ ഇല്ല. കാരണം എൻ്റെ ഇഡ്ഡലി പാത്രം ഉണ്ടായിരുന്നത് 2-3 പ്രാവശ്യം ഇങ്ങനെ കരിഞ്ഞ് പോയപ്പോൾ അത് വല്ലാതെ വൃത്തികേടായപ്പോൾ ഞാനതെടുത്ത് കളഞ്ഞു. ഇനി ഒരു പുതിയൊരെണ്ണം വാങ്ങിക്കണം. പക്ഷേ അതിൻ്റെ മേലെയുള്ള ഈ സ്റ്റീമർ തട്ട് മാത്രം എടുത്ത് വെച്ചു. അത് വെക്കാൻ പാകത്തിലൊരു പാത്രമുണ്ട്, പക്ഷേ അടച്ച് വെക്കാനുള്ള പാത്രം ഇല്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ വേറൊരു പാത്രം കൊണ്ട് അതിൻ്റെ മേലെ അടച്ച് വെച്ചു. ഇങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യണത്. ഉടനെ തന്നെ ഞാനൊരു പുതിയ ഇഡ്ഡലി പാത്രം വാങ്ങിക്കുന്നതായിരിക്കും. വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പഴയ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് കളഞ്ഞ കൂട്ടത്തിൽ അതും എടുത്ത് കളഞ്ഞു. പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വാങ്ങിക്കാനൊട്ട് കൂട്ടാക്കിയതുമില്ല. അപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ 10 മിനിറ്റ് സ്റ്റീം ചെയ്ത് കുഴക്കട്ട റെഡി.